ഗെയ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വളരെയധികം വേദനയുള്ള കാര്യമായിട്ടാണ് വന്നിരിക്കുന്നത്. എത്ര കുട്ടികളാണ് അടുത്ത ഈ 2 ആഴ്ച സമയത്ത് നമ്മളിൽ നിന്നും വേർപെട്ടു പോയത്. ചില കുട്ടികളെ മാതാപിതാക്കൾ ഉപേക്ഷിച്ചെന്നു കേട്ടു. ചില കുട്ടികളെ മനഃപൂർവ്വം കൊന്നതാണെന്നുള്ള വാർത്ത. പിന്നെ മാതാപിതാക്കളുടെ അശ്രദ്ധ മൂലം മരണപ്പെട്ടു പോയ കുട്ടികളല്ലേ. എത്ര മക്കളാണ്, പൊന്നോമനകളാണ് റബ്ബി പിന്നെ നഷ്ടമായത്. എന്തായാലും ട്രിവാൻഡ്രം നേമത്തുണ്ടായ ഒരു അപകടം, ഇത് അപകടമെന്ന് പറഞ്ഞാൽ അമ്മയുടെ അശ്രദ്ധ മൂലമുണ്ടായ ഒരു അപകടമാണ്. കുട്ടിയുടെ ആ നാടിനെ മൊത്തം നടുക്കിയ ഒരു സംഭവമാണ്. തലേന്ന് വരെ ഓടിക്കളിച്ച് ആ മുറ്റത്തൂടി നടന്നിരുന്ന കുട്ടിയാണ്. എന്തായാലും പക്ഷേ അമ്മയുടെ അശ്രദ്ധയെന്നും പറയാം, ചിലപ്പോൾ മരണപ്പെട്ടു പോകാനുള്ള ദൈവത്തിൻ്റെ നിയോഗമെന്നും വേണമെങ്കിൽ പറയാം അല്ലേ. അന്ന് വരെ 5 വയസ്സുണ്ട് കുട്ടിക്ക്. ഈ 5 വയസ്സ് വരെ കുട്ടി കണ്ടും ശീലിച്ചും വളർന്നും പൊക്കോണ്ടിരുന്നിട്ട് പെട്ടെന്ന് കുട്ടിയുടെ പാവ കിണറ്റിലേക്ക് വീണപ്പോൾ 2 ദിവസം മുമ്പ് വീണു. അതെടുക്കാൻ പറ്റിയില്ല. പിന്നെ അതെടുക്കാനുള്ള ശ്രമത്തിൽ കുട്ടി തന്നെ ഒന്ന് ശ്രമം നടത്തി നോക്കി. പക്ഷേ അതിൽ പരാജയപ്പെട്ട് കുട്ടി പിന്നെ കിണറ്റിലേക്ക് വീഴുകയായിരുന്നു എന്ന് അമ്മ പറഞ്ഞത്. 1 മണിക്കൂറോളം കുട്ടി കിണറ്റിലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ അത്രയും നേരവും അമ്മ അടുക്കള ജോലിയിലായിരുന്നു. കുട്ടിയെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. മൂത്ത കുട്ടിയുമായിട്ട് പുറത്ത് കളിക്കുകയായിരുന്നു എന്നായിരുന്നു അമ്മയുടെ വിചാരം. പക്ഷേ എല്ലാം കഴിഞ്ഞ് അമ്മ വന്ന് നോക്കിയപ്പോൾ കുട്ടിയെ കാണാനില്ലായിരുന്നു. പക്ഷേ ആ കിണറ്റിൻ്റെ അടുത്തായിട്ട് ഒരു കസേര കിടപ്പുണ്ടായിരുന്നു. അതാണ് അമ്മയിൽ സംശയം ഉളവാക്കിയത്. അങ്ങനെ അയൽക്കാരെയൊക്കെ ആ വിവരം അറിയിക്കുകയും ഫയർഫോഴ്സ് എത്തുകയും അങ്ങനെ കുട്ടിയെ രക്ഷിക്കാനായില്ല. കുട്ടി മരണമടയുകയും ചെയ്തു. പോസ്റ്റ്മോർട്ടമൊക്കെ നടത്തി സംസ്കാരവും നടത്തി. ഇന്നലെ 5:30 ആയിരുന്നു സംഭവം. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ജോലി ചെയ്യുന്നെങ്കിലും കുട്ടികളെ എപ്പോഴും നമ്മൾ കെയർ ചെയ്യണം. കുട്ടികളെ കെയർ ചെയ്യാതെ ഒരു കാര്യവും നടക്കത്തില്ല. അവർക്കറിയില്ല. എന്തായാലും നമ്മൾ വീട്ടുജോലി ശ്രദ്ധിക്കുമ്പോഴല്ലേ, ഇനിയെങ്കിലും മാതാപിതാക്കൾ കുട്ടികളെ കൂടുതൽ ശ്രദ്ധിക്കുക. നമ്മൾ അടുക്കള ജോലി ചെയ്തില്ലെങ്കിലും സാരമില്ല, അല്ലെങ്കിൽ വേറെ എന്ത് പണി ചെയ്താലും ഡിലേ ആയാലും കുഴപ്പമില്ലെന്ന് വെക്കണം. നമുക്ക് കൂടുതൽ മുൻതൂക്കം നമ്മുടെ കുട്ടികൾക്ക് തന്നെ കൊടുക്കണം. എന്നാലേ നമ്മുടെ ഇതേപോലുള്ള അപകടങ്ങൾ ഒഴിവാക്കണം. ഇനിയെങ്കിലും മാതാപിതാക്കൾ, കുഞ്ഞു കുട്ടികളുള്ള എല്ലാ മാതാപിതാക്കളും പ്രത്യേകം ഒരു ശ്രദ്ധയും കരുതലും എപ്പോഴും വേണം. എല്ലാ മക്കളെയും കാത്തിരക്ഷിക്കട്ടെ ദൈവം എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ഓക്കെ, ബൈ.